OCD അല്ലെങ്കിൽ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വസ്വാസ് അൽ ഖഹരി എന്നൊക്കെ പറയാൻ അറബിയിൽ. എന്താ സംഭവം എന്ന് വെച്ചാൽ, ഒരു കാര്യം പിന്നെയും പിന്നെയും അത് ചെയ്യാം. അത് പൈസ എണ്ണുന്നതാണെങ്കിൽ പിന്നെയും ഇങ്ങനെ എണ്ണുക, ക്ലീൻ ചെയ്യുന്നതാണെങ്കിൽ പിന്നെയും ക്ലീൻ ചെയ്യുക. ചില ആളുകൾക്ക് പിന്നെ ഇങ്ങനെ അറേഞ്ച് ചെയ്യലാവും, പുസ്തകം അറേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ കടയിൽ ഓരോ സാധനങ്ങൾ പിന്നെയും ഇങ്ങനെ അറേഞ്ച് ചെയ്ത് തന്നെ പിന്നെയും ചെയ്യുക. അതേപോലെ നിസ്കരിക്കുമ്പോൾ പിന്നെയും നമസ്കരിക്കുക, വുളു എടുക്കുമ്പോൾ പിന്നെയും വുളു എടുക്കുക. അങ്ങനെ ഒരേ കാര്യം പിന്നെയും ആവർത്തിച്ച് ചെയ്യാനുള്ളൊരു ടെൻഡൻസി, അത് അബ്നോർമലായിട്ടുള്ളൊരു ടെൻഡൻസി, അതിനാണ് OCD എന്ന് പറയാം. എനിക്ക് കുറച്ച് മുമ്പല്ല, ഇപ്പോഴും എന്താ സംഭവം എന്ന് വെച്ചാൽ, ഷോപ്പ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും ഒന്ന് തുറന്നു നോക്കും. അതേപോലെ തന്നെ പൈസ എണ്ണി കഴിഞ്ഞാൽ രണ്ടാമതും ഒന്നും കൂടി എണ്ണി നോക്കും. അങ്ങനെ തന്നെ ചില കാര്യങ്ങൾ, ഫയൽസൊക്കെ നോക്കിയാൽ രണ്ടാമതൊന്ന് ഡബിൾ ചെക്ക് ചെയ്യും. അപ്പോൾ ഈ സംഗതി ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുണ്ട്, ഒരു പാകിസ്ഥാനി. അവനടുത്ത് ഞാൻ ഈ സംഭവം പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇത് OCD ലക്ഷണമെന്ന് തോന്നുന്നു. അപ്പോൾ അവൻ പറയാണ്, അവൻ ക്ലോസ് ചെയ്യുന്ന ദിവസം 3, 4, 5 തവണ എണ്ണും. അതേപോലെ തന്നെ 4, 5 തവണ എന്ത് ചെയ്യും, ഡോറ് പിടിച്ച് നോക്കും. എന്നിട്ട് ലാസ്റ്റ് ഉറക്കത്തിൽ നിന്ന് ഒക്കെ ഞെട്ടി വന്നിട്ട് പാഞ്ഞു വരും ഇത് പിടിച്ചു നോക്കാൻ. അങ്ങനെ ലാസ്റ്റ് എവിടെ എത്തിയെന്ന് വെച്ചാൽ, ഈ സംഭവം ഓരോ ദിവസവും ഷൂട്ട് ചെയ്തിട്ട് വീഡിയോ ആക്കി കൊണ്ടുപോകും. ഉറക്കത്തിൽ നിന്ന് ഞെട്ടി, ഇവന് ശരിക്കും വസ്വാസം ഉള്ള ആളാണ്. അപ്പോൾ അവൻ പറയാം എൻ്റേതല്ല. അപ്പം പിന്നെ എനിക്ക് മനസ്സിലായി, എൻ്റേതല്ല വസ്വാസം, എൻ്റേത് ജസ്റ്റ് ഒരു ആശങ്ക, നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷനാണ്. മീൻസ് ഒരു ഡബിൾ ചെക്ക് ചെയ്യാന്ന് മാത്രമാണ്. പക്ഷേ ഇവൻ്റേത് ക്ലിനിക്കലി ഡയഗ്നോസ്ഡ് എന്നല്ല കേട്ടോ. പക്ഷേ ആ സിംറ്റംസ് എല്ലാം കേട്ടിട്ട് ഇതൊരു OCDയുടെ സിംറ്റമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. കാരണം 4, 5 തവണ നോക്കിയത് പോരാ, ഉറക്കത്തിൽ നിന്ന് പാഞ്ഞ് നീറ്റ് വരിക പിടിച്ചു നോക്കാൻ. എന്നിട്ടിപ്പോൾ ചെയ്യുന്ന സംഭവം എന്ന് വെച്ചാൽ, ഓരോ ദിവസവും അത് വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് കൊണ്ടുപോകും. എന്നിട്ട് മൂപ്പർക്ക് വസ്വാസം തോന്നിയാൽ നേരെ ഗ്യാലറി തുറന്നിട്ട് നോക്കും, പൂട്ടിക്കണ്, ആ വീഡിയോയിൽ കാണും. അപ്പോൾ ഇത് ഒരു എന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിലെ കെമിക്കൽ ആൻഡ് സ്ട്രക്ചറൽ വേരിയേഷൻ കാരണം വരുന്നൊരു ഡിസോർഡറാണ്, ഒരു രോഗം, ഡിസീസാണിത്. ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന് പറയും. അപ്പോൾ ഇതിന് കൃത്യമായ ട്രീറ്റ്മെൻറ്റ് എടുക്കുക തന്നെ വേണം. ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ കുറേ പേരിങ്ങനെ ഇത് സഹിച്ചടക്കുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ച് നിസ്കാരത്തിൻ്റെ വിഷയത്തിലൊക്കെ ഒരുപാട് പേര് OCDയിലെ ആൾക്കാരുണ്ട്, വസ്വാസ് എന്ന് പറയാൻ, വസ്വാസ് അൽ ഖഹരി എന്നൊക്കെ പറയും. അപ്പോൾ ഇതിന് കൃത്യമായ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മാറും, നല്ല മാറ്റം ഉണ്ടാവുന്നത് മാത്രമല്ല, മാജിക്കലി നമുക്ക് ഇത് ചിലപ്പോഴെല്ലാം ഈ വസ്വാസ് പിന്നീട് ഡിപ്രഷനിലേക്ക് എത്താറുണ്ട്. അപ്പോൾ ആ ഒരു വേഴ്സ് ആയിട്ടുള്ള കണ്ടീഷനിലേക്ക് എത്തും മുമ്പേ ഇത് സൈക്യാട്രിസ്റ്റിനെ കാണിക്കണം. സൈക്യാട്രിസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും വിചാരം ഇത് ഭ്രാന്തുള്ള ആൾക്കാരെ കാണിക്കുന്നത് അല്ല. നമ്പർ ഓഫ് ഡിസീസസ് ഉണ്ട്, നമ്പർ ഓഫ് ഡിസോർഡേഴ്സ് ഉണ്ട് ഈ സൈക്യാട്രിസ്റ്റിനെ കാണിക്കാനുള്ള. ഭ്രാന്ത് മാത്രമൊന്നുമില്ല, ഭ്രാന്ത് അതിൽ 100-1 മാത്രമാണ്. ഒരുപാട് ടൈപ്പ് ഓഫ് സൈക്യാട്രിക് ഡിസോർഡേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത് കാണിച്ച് കൃത്യമായിട്ടുള്ള മെഡിക്കൽ അഡ്വൈസ് എടുക്കണം. പിന്നെ ഈ നമസ്കാരത്തിൻ്റെ വിഷയത്തിലൊക്കെ, അല്ലെങ്കിൽ ക്ലീൻ ഹൈജീനിൻ്റെ വിഷയത്തിലൊക്കെ ഈ OCD ഉള്ള ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താ വെച്ചാൽ, അതിൻ്റെ ഒരു ഇസ്ലാമിക് വ്യൂ പോയിൻറ്റും കൂടി പറയുകയാണ് ഞാൻ കേട്ടോ. നമ്മുടെ കൺട്രോളിലല്ലാത്ത ഒരു കാര്യത്തിൻ്റെ പേരിൽ നമ്മൾ ശിക്ഷിക്കപ്പെടില്ല. ഈ വിഷയത്തിൽ എൻ്റെ ഉമ്മാക്ക് OCD ഉണ്ടായിരുന്നു കേട്ടോ. അത് മെഡിക്കൽ ഇതെടുത്തു, മെഡിസിനൊക്കെ എടുത്തു, മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ, വളരെ മാജിക്കലായിട്ട് അത് മാറി. ഒരു 90% മാറി എന്ന് പറയാം. 10% ചെറിയൊരു അതിൻ്റെ ഒരു അംശം എപ്പോഴും നിലനിൽക്കുന്നത് മാത്രം. മെഡിസിനൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ടോ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മുടെ കൺട്രോളിലല്ലാത്ത ഒരു സാധനത്തിൻ്റെ പേരിൽ നമ്മൾ ശിക്ഷിക്കപ്പെടില്ല. OCD ഉള്ള ഒരാളോട് ഒരു പണ്ഡിതന്മാർ ഇതിനെപ്പറ്റി പറയുന്നത് അറിയോ, നിങ്ങൾക്ക് OCD ഉണ്ടെന്ന്, നിങ്ങൾക്ക് വസ്വാസം ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ പിന്നെ നിങ്ങൾ ഒരു വട്ടം ചെയ്താൽ മതി. ബാക്കിയുള്ളവർക്ക് ചിലപ്പോൾ സംശയമുള്ളതിനെ സംശയമില്ലാത്തതിലേക്ക് ദൂരീകരിക്കുക എന്ന് പറഞ്ഞൊരു കൽപ്പന ഉണ്ട്. അതറിയാലോ, സംശയം ഉണ്ടോ, നമ്മളൊരു 4 റക്കാത്ത് നിസ്കരിച്ച്, അത് 5 നിസ്കരിച്ച്, 3 4 നിസ്കരിച്ച് പറഞ്ഞാൽ 3 എടുത്തിട്ട് ബാക്കി 1 കൂടി മീട്ടണം എന്നൊക്കെയാണ്. അപ്പോൾ ഇവരെ കേസിൽ നിങ്ങളെ നിസ്കാരം ശരിയായോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പിന്നീട് നിസ്കരിക്കണ്ട. വസ്വാസമുള്ളവർ വുളു എടുക്കണ്ട. വസ്വാസമുള്ളവർ പിന്നെയും ക്ലീൻ ചെയ്യേണ്ട, ഒരൊറ്റ വട്ടം ക്ലീൻ ചെയ്താൽ മതി. നിങ്ങളുടേത് വസ്വാസാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അവർക്ക് ആ കാര്യത്തിൽ ഇളവുണ്ടെന്നാണ്. ഒരൊറ്റ വട്ടം ചെയ്താൽ മതി. നിസ്കാരമാണെങ്കിലും, കൈകെട്ടലാണെങ്കിലും, വുളു എടുക്കലാണെങ്കിലും, ക്ലീനിങ് ആണെങ്കിലും ഒരൊറ്റ വട്ടം ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇളവുണ്ട്. കാരണം ഒന്നാമത് ചെയ്തതിൽ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല പൊറുക്കുന്നാണ് പണ്ഡിതന്മാർ ആ വിഷയത്തിൽ പറയുന്നത്. അതൊരു രോഗമാണ്, രോഗികൾക്ക് എക്സ്ക്യൂസ് ഉണ്ട്, ഉസ്റുണ്ട്. ആ ഉസ്റ് നിങ്ങൾ സ്വീകരിക്കുക എന്നാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. പിന്നെ
ഈ രൂപത്തിലുള്ള സിംറ്റംസ് ഇപ്പം ഞാനീ പറഞ്ഞ പോലെ രണ്ടാമത് എണ്ണി വെക്കുക, രണ്ടാമതൊന്ന് പിടിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ അത് നോർമലി എല്ലാവർക്കും ഉണ്ടാകുന്ന സംഭവമാണ്, രോഗമല്ല. പക്ഷേ എക്സസീവായിട്ട് അധികമായിട്ട് ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക, ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക, ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കുക, അങ്ങനത്തെ ആൾക്കാർ നിർബന്ധമായും അതൊരു മെഡിക്കൽ കണ്ടീഷനാണെന്ന് മനസ്സിലാക്കുക, അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. വളരെ മാജിക്കലായിട്ടുള്ള എഫക്റ്റുകൾ ഉണ്ടാവും, മാറ്റം ഉണ്ടാവും. അപ്പോൾ അത്ര മാത്രമേ പറയാനുള്ളൂ OCD പറ്റിയിട്ട്.